Hello everybody, welcome back to Spanish with Lali. As usual, സമയം ഒട്ടും കളയാതെ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് പഠിപ്പിക്കുവാൻ പോകുന്നത് നമുക്കൊക്കെ ഒരു ഡൗട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ് തോന്നുന്ന ഒരു ക്ലാസ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ അർത്ഥമുള്ള രണ്ട് ഡിഫറെൻറ്റ് വെർബുകൾ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൺഫ്യൂഷനും ഒരു ഡൗട്ടും ഒക്കെ തോന്നാം. അപ്പോൾ അതെങ്ങനെയാണത്, അതിൻ്റെ കോൺജുഗേഷൻ, സബ്ജക്റ്റ്, പ്രോനൗണായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വെർബ് ഇതാണ്, haber വേഴ്സസ് tener. haber ER എൻഡ് ചെയ്യുന്ന ഒരു ബേസിക് വെർബാണ്, ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറയും. അതുപോലെ തന്നെ tener ER എൻഡ് ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റീവ് വെർബാണ് അല്ലെങ്കിൽ ബേസിക് വെർബാണ്. ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ വെർബുകളും സ്പാനിഷിൽ ഒന്നില്ലെങ്കിൽ AR എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ER എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IR എൻഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ രണ്ട് വെർബും ER എൻഡ് ചെയ്യുന്ന വെർബാണ്, haber tener. haber HABE ആണ്, ബട്ട് നമ്മൾ ഒരിക്കലും സ്പാനിഷിൽ എയ്റ്റ്സ് പ്രൊനൗൺസ് ചെയ്തില്ല. അപ്പോൾ haber tener. എന്താണ് ഇതിൻ്റെ അർത്ഥം? രണ്ട് പേരും സ്റ്റാൻഡ് ചെയ്യുന്നത് ഹാവ് ആണ്. ഐ ഹാവ്, യു ഹാവ്. ശരിക്കും പറയാൻ ടു ഹാവ് എന്നാണ്. ടു ഹാവ്, tener ടു ഹാവ്, haber ടു ഹാവ്. tener വളരെ കോമൺ വെർബാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് tener. അപ്പോൾ tener മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു വെർബാണ്. haberന്റെ അർത്ഥം ടു ഹാവ്. അപ്പോൾ തന്നെ നമുക്കവിടെ സംശയത്തിൽ രണ്ടും ടു ഹാവ് ആണ്. അപ്പോൾ നമ്മൾ എവിടെ ഉപയോഗിക്കും tener, എവിടെ ഉപയോഗിക്കണം haber? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഈ രണ്ട് വെർബും വെച്ചിട്ടുള്ള സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത്. അപ്പം എന്താണ് haber നമുക്ക് നോക്കാം. haber ഒരു ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ടു ഫോം എ കോമ്പൗണ്ട് ടെൻസ്. ഒരു കോമ്പൗണ്ട് ടെൻസ് മേക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെർബാണ്. മെയിനായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെർബാണ് haber. haberന്റെ ഡിഫറെൻറ്റ് ഫോം നമുക്ക് നോക്കാം. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ടു ഫോം compound tense. Okay. Yo he estudiado. Yo, I, എന്ന് പറയും, പക്ഷെ HE എന്നാണ് എഴുതുന്നത്. ഈ HE എവിടെ നിന്നാണ് വന്നത്? haberന്റെ ഫോമാണ്. haberൽ നിന്നാണ് നമ്മൾക്ക് ഈ എ വന്നിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ അവിടെ ഹാവ് എന്നാണ്. ജോയോട് കൂടി ഈ haberന്റെ ഫോം ചേഞ്ച് ആയപ്പോൾ എന്ന് വരും. ഇപ്പം ജോ estudiado, സ്റ്റഡീഡ്. estudiado എന്ന് പറയുന്നത് estudia എന്ന ഇൻഫിനിറ്റീവ് വെർബിൻ്റെ പെർഫെക്റ്റ് ടെൻസിലേക്കുള്ള മാറ്റമാണ് എൻഡിൽ ആദോ വന്നിരിക്കുന്നത്. estudiado ആയി, കാരണം അവിടെ പെർഫെക്റ്റ് ടെൻസ് ആയി. സ്റ്റഡീഡ്, പക്ഷെ ഐ ഹാവ് സ്റ്റഡീഡ് എന്നാണ്. മനസ്സിലായോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് haber എന്ന വെർബിൻ്റെ ഫോമായ എ. അത് ജോ ആയിട്ട്, ജോയ് മാത്രമേ അത് മാച്ച് ആവത്തുള്ളൂ. ഐ ഹാവ് സ്റ്റഡീഡ്, estudiado. ഇത് ആദ്യ എൻഡിൽ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ estudiar, ARൽ എൻഡ് ചെയ്യുന്ന ഒരു വെർബാണ് estudiar. ഇനി ERലും IRലും എൻഡ് ചെയ്യുന്ന വെർബാണെങ്കിൽ ഈ ആദോ മാറി ഈദോ വരും. IDO, ഈദോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, comer, COMER, comer എന്ന് പറഞ്ഞാൽ ERൽ എൻഡ് ചെയ്യുന്നത്, അത് ടു ഈറ്റ് എന്നാണ്. comer,
കൊമേർ. ഈ കൊമേർ ഐ ഹാവ് ഈറ്റൺ എന്ന് എനിക്ക് പറയണമെങ്കിൽ ഈ ER മാറ്റിയിട്ട് ഞാൻ കൊമീതോ എന്നാക്കും. അപ്പോൾ നമ്മളെ സ്തുതി ആദോ എന്നാക്കിയപ്പോൾ ഇവിടെ കൊമീതോ. അപ്പോൾ ജോ എ കൊമീതോ, ഐ ഹാവ് ഈറ്റൺ. ഇനി വേറൊരു വെർബ് IR എന്താണ്, ബിബീർ. ഇത് VIVIR എന്ന് എഴുതണമെങ്കിലും അതിൻ്റെ ബിബീർ എന്നാണ് പറയുന്നത്. ടു ലിവ്, ഐ ഹാവ് ലിവ്ഡ്. എങ്ങനെ പറയും? IDO നമുക്ക് കൊടുക്കണം. ബിബീറിന്റെ IR മാറ്റിയിട്ട് ബിബീദോ. ജോ എ ബിബീദോ, ഐ ഹാവ് ലിവ്ഡ്. അപ്പോൾ ഇത് ആദോ ഈദോ ഈദോ, ആദോ ഈദോ ഈദോ, പെർഫെക്റ്റ് ടെൻസിൽ. പക്ഷെ അതിന് സപ്പോർട്ടിങ് വെർബ് നമ്മളതിൻ്റെ ബിഹൈൻഡ് ചേർത്തിട്ട് ഏതാണോ സബ്ജക്റ്റ് പ്രോണൗൺ അതനുസരിച്ച് അതിൻ്റെ ഫോമിന് മാറ്റം വരും. പക്ഷെ അബർ എന്ന് പറഞ്ഞാൽ ടു ഹാവ് ആണ്. ഇനി ഇവിടെ estudiado, tú has estudiado. tú വന്നപ്പം ഇൻഫോർമൽ യു ഹാവ് സ്റ്റഡീഡ്. അപ്പോൾ അവിടെ എ മാറിയിട്ട് അബേറിന്റെ ഫോമായ ആസ് വന്നു. ഇനി നമ്മൾ തൂ മാറിയിട്ട് സിംഗുലർ സബ്ജക്റ്റ് പ്രോണൗൺ ഹി, ഷീ, യു ഫോർമൽ. ഒരു മൂന്നും ഒരു ഫാമിലിയാണ്. അപ്പോൾ ഹി, ഇയൽ, ഏയ, ഉസ്തേഡ്. അവിടെ വന്നപ്പോൾ ഈ ആബേറിന്റെ ഏത് ഫോം വന്നു? ആ, HA. Él ha estudiado. He has studied. Ella ha estudiado. She has studied. ഇനി you, formal you, usted. അവിടെ ആ estudiado. ഈ മൂന്ന് പേർക്കും ആയാണ്, HA. ആ പേരിന്റെ ഫോമായ ആ. നമ്മൾ ജോയ്ക്ക് എ കണ്ടു, തൂന് ആസ് കണ്ടു, ഹി, ഷീ, ഫോർമൽ യു, ആ estudiado. ഇനി അടുത്തത് പ്ലൂറലിലേക്ക് പോവാം. വി, nosotros o nosotras. nosotros വി നമ്മളെല്ലാവരും മെയിൽ ആണെങ്കിൽ nosotros, നമ്മളെല്ലാവരും ഫീമെയിൽ ആണെങ്കിൽ nosotras, മെയിൽ ഫീമെയിൽ ആണ്. അവിടെ മിക്സഡ് ആണെങ്കിൽ nosotros. അവിടെ എങ്ങനെ ആ പേരിൻ്റെ ഏത് ഫോമ വരുന്നത്? hemos. nosotros hemos estudiado. nosotros hemos estudiado. അപ്പോൾ ഇവിടെ hemos. പക്ഷെ ഈ estudiado അതിനൊരു മാറ്റവും ഇല്ല. അത് അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാറ്റം വന്നിരിക്കുന്നത് ആബേറിന്റെ ഫോമ് ആരാണോ സബ്ജക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന പ്രോണൗൺ, സബ്ജക്റ്റ് പ്രോണൗൺ നിൽക്കുന്നത് അതനുസരിച്ചുള്ള ആബേറിന്റെ ചേഞ്ച് മാത്രമാണ് അവിടെ വരുന്നത്. അതനുസരിച്ച് ഉള്ള മാറ്റമാണ്. ഇനി they, ellos, ellas, ustedes, you all are. അവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കാം? ആബേറിന്റെ ആൻ, HAN, ഹാൻ എന്ന് പറയില്ല, ആൻ. Han estudiado. They have studied. അപ്പോൾ കണ്ടല്ലോ ഈ ഹാവ്, ആബേർ ഹാവ് ആണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ആബേറിന് വേറെ ഒരു വെർഷൻ ഉണ്ട്. അതിന് ആയി എന്ന് പറയും. HAY, ആയി എന്ന് പറഞ്ഞാൽ അവിടെ ജെൻഡറോ പ്ലൂറലോ സിംഗിളോ ഒന്നുമില്ല. there is a cat, there is a house. നമ്മൾ പറയും ഐ un gato, there is a cat. അപ്പോൾ അതതിൻ്റെ ഒരു ഇമ്പേഴ്സണൽ ആയിട്ട് നിൽക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവിടെ ഇല്ല, ജനറൽ ആയിട്ട് അതൊന്നുമില്ല. ഐ, there is, അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അത് ഐ പ്രസന്റ് ടെൻസ് ആണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. ജസ്റ്റ് അത് നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്താൽ മതി. ഒത്തിരി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും അല്ലേ? ജസ്റ്റ് ഐ. അതുപോലെ തന്നെ ഐ കെ estudiar എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ഒബ്ലിഗേഷൻ ആണ്. ഒരു ജനറൽ ആയിട്ട് പറഞ്ഞാൽ അവിടെ ഒരു വൺ മസ്റ്റ് എന്നാണ് അർത്ഥം. വി മസ്റ്റ് എന്നോ ഹി മസ്റ്റ് എന്നോ
ഐ que estudiar വി മസ്റ്റ് സ്റ്റഡി. അപ്പോൾ ഇവിടെ നമ്മൾ ആ എസ്തുദിയാർ അതേപോലെ കിട്ടും. എ ആർ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ഇൻഫിനിറ്റീവ് വെർബാണ്. അപ്പോൾ ഐ que estudiar വി മസ്റ്റ് സ്റ്റഡി ഒരു ഫാക്ട് അവിടെ വയ്ക്കുവാണ്. അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ തേങ്ങോ അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തേങ്ങോക്കെ എസ്തുദിയാർ, തേങ്ങോ എന്ന് പറഞ്ഞാൽ തെനേർ എന്നുള്ള ജോ, അവിടെ സബ്ജക്റ്റ് വന്നു. തേങ്ങോ എപ്പോൾ തേങ്ങോ എന്ന് പറഞ്ഞാലും തെനേർന്ന വെർബിൻ്റെ ഫോമാണ്. തേങ്ങോ അവിടെ സബ്ജക്റ്റാണ് നിൽക്കുന്നത് ഐ ആണ്, ജോ ആണ്. ജോ തേങ്ങോ, ജോ പറയണ്ട, അവിടെ ജോ തന്നെയാണ്. ജോ തേങ്ങോ, തേങ്ങോ que estudiar എന്ന് പറഞ്ഞാൽ അവിടെ പേഴ്സൺ വന്നു. ഐ ഹാവ് ടു സ്റ്റഡി, ഒരാളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഐ que estudiar, ഐ que limpiar, someone must clean, അല്ലെങ്കിൽ ലെറ്റ്സ് ക്ലീൻ. മനസ്സിലായോ? ഇനി നമുക്ക് തെനേറിൻ്റെ പഠിക്കാം. തെനേർ, തെനേർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ വെർബാണ് തെനേർ. വളരെ കോമൺ ആയിട്ട് സ്പാനിഷിൽ യൂസ് ചെയ്യുന്നതാണ് തെനേർ. നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് സെൻറ്റൻസ് മേക്കാൻ നമുക്ക് തെനേർ ആവശ്യമുണ്ട്. അപ്പോൾ തെനേർ ടു ഹാവ്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ജോ തെങ്കോ, ജോ തെങ്കോ, ഐ ഹാവ് എ ഹൗസ്, yo tengo una casa, or I have whatever. നമ്മൾ ഐ ഹാവ് സെൻറ്റൻസ് മേക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം പറയുന്നുണ്ടോ അത് ഇതൊരു മെയിൻ വെർബായിട്ടാണ് നമ്മൾ ജോ തേങ്കോ. അപ്പം ജോ ഐയുടെ കൂട്ടത്തിൽ തെനേറിൻ്റെ ഫോമാണ് തേങ്കോ. ഐ ഹാവ് ടു ഗോ. തേങ്കോ കയ്യോ, ഐ ഹാവ് ടു ഗോ. അപ്പം അങ്ങനെയുള്ള യൂസിനുള്ള തേങ്കോ. ഇനി അത് തൂവിലേക്ക് വരുമ്പോൾ യു ഇൻഫോർമൽ, തൂവിലേക്ക് വന്നപ്പോൾ തിയനസ്, യു ഹാവ് എ ഹൗസ്, തിയനസ് una casa, you have a house, അങ്ങനെ. അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് അല്ല. നമ്മളിവിടെ പറഞ്ഞത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. എ കഴിഞ്ഞിട്ട് അടുത്ത വെർബ് ഉപയോഗിച്ചപ്പോഴാണ് ഇവിടെ ഒരു കോമ്പൗണ്ട് ടെൻസ് ആയിട്ട് വന്നത്. ആവേറിൻ്റെ ഫോമായ നമ്മൾ എ യൂസ് ചെയ്തു. ഹാവ്, എസ്തുദിയാദോ, ഐ ഹാവ് സ്റ്റഡിഡ്. പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹെൽപ്പിംഗ് വെർബാണ് ആവേറിൻ്റെ ഹാവ് വരുമ്പോൾ. ഇവിടെ അങ്ങനെ ഒരു കോമ്പൗണ്ട് ടെൻസ് അല്ല, ഒരു പൊസഷൻ അല്ലെങ്കിൽ ഒരു മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുന്നതാണ് അവിടെ. ജസ്റ്റ് ഒരു സെൻറ്റൻസ്, ജോ തെങ്കോ, ഐ ഹാവ്, വട്ടെവർ ദാറ്റ്. Tú tienes, él, ella, usted, ഒരു ഫാമിലിയാണ്. ഷീ, ഹി, യു ഫോർമൽ. tiene, tengo, tienes, tiene. പിന്നെ nosotros, we plural. tenemos, we have to study. tenemos que estudiar. tenemos, we have, just tenemos, we have. അവിടെ nosotros ഹൈഡ് ചെയ്ത് നിൽപ്പുണ്ട്. യു ക്യാൻ സേ nosotros tenemos എന്ന് പറയാം. nosotros പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് tenemos പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവിടെ വി ഉണ്ടെന്നുള്ളത്. ജസ്റ്റ് ലൈക്ക് tengo que ir, I have to go. എനിക്കവിടെ ജോ പറയേണ്ട കാര്യമില്ല. അപ്പോൾ സ്പാനിഷിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ഈ വെർബിൻ്റെ മാറ്റത്തിൽ നിന്ന് സബ്ജക്റ്റ് അവിടെ നിൽക്കുന്ന ആൾ ആരാണെന്നുള്ള കാര്യം ഈസി ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോ തേങ്കോ വേണ്ട, തേങ്കോ. തിയനേസ്, യു ഇൻഫോർമൽ ആണെന്ന് അവിടെ അറിയാം. യു ഹാവ്, ഷീ ഹാസ്, തിയന്നെ, എയ തിയന്നെ, എൽ തിയന്നെ, ഉസ്തഡ് തിയന്നെ. അവിടെ ചിലപ്പം നമ്മളൊരു സബ്ജക്റ്റ് പ്രോനൗണായ ഹി, ഷീ, ഉസ്തഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചിരി കൺഫ്യൂഷൻ കുറയും. കാരണം 3 സബ്ജക്റ്റും കൂടെയാണ് ഒരു വെർബായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പക്ഷേ കണ്ടക്സ്റ്റിൽ നമുക്കറിയാം അവിടെ സബ്ജക്റ്റ് പ്രോണൗൺ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹി ആണോ ഷീ ആണോ അല്ലെങ്കിൽ ഉസ്തേഡ് ഫോർമലാണോ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. അപ്പം nosotros tenemos, they plural, ellos, ellas, ustedes, you all are have. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? tienen. പറയണം. tengo, tienes, tiene, tenemos, tienen.
ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളെങ്കിലും അതൊരു വലിയ അർത്ഥത്തിന് ഒത്തിരി വ്യത്യാസം വരുത്തുന്നുണ്ട്, ഒരുപാട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. തെനേറിൻ്റെ സബ്ജക്റ്റ് പ്രോനൗണുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഈ തെനേർ എന്ന വെർബ് എങ്ങനെയൊക്കെയാണ് ഈ സബ്ജക്റ്റ് പ്രോനൗണായിട്ട് ഹുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തെനേറിലെ ടു ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ആവേറിൻ്റെ മീനിങ് ടു ഹാവ് ആണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് പഠിച്ചു. പെർഫെക്റ്റ് ടെൻസിൻ്റെ കോമ്പൗണ്ട് ഫോമാണ്, കോമ്പൗണ്ട് ടെൻസ് ആണ് ആവേറിൻ്റെ മാറ്റങ്ങൾ, ഫോംസ്, ഡിഫറെൻറ്റ് ഫോംസ്. ഇനി വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, തെനേർ ഫീലിങ്സ് ഉപയോഗിക്കും, പിന്നെ ഏജ് പറയുമ്പോൾ ഉപയോഗിക്കും. നമ്മൾ ഇംഗ്ലീഷ് ഏജ് പറയുമ്പോൾ ഐ ആം ആ യൂസ് ചെയ്യും. നമ്മൾ ഐ ഹാവ് 5 years old, നമ്മൾ അങ്ങനെ പറയില്ല. ഐ ഹാവ് 5 years old, അല്ലെങ്കിൽ ഹി ഹാസ് 5 years old എന്ന് പറയത്തില്ല. ഹി ഈസ് 5 years old. പക്ഷെ സ്പാനിഷിൽ അവരുപയോഗിക്കുന്നത് ഹാവ് ആണ്. രസകരമായ ഒരു കാര്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നതാണ്. പിന്നെ നമുക്ക് ഫീലിംഗ്, ഐ ആം കോൾഡ്, ഐ ആം ഹാർട്ട്, അങ്ങനെയുള്ളതും അവർ ഹാവ് ഉപയോഗിക്കണം. സി ഐ ആം 5 years old, അപ്പോൾ പറഞ്ഞു തേങ്കോ സിംഗോ അന്യോസ്. സോ തേങ്കോ ഉപയോഗിച്ച് ഐ ഹാവ് 5 years എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഐ ആം 5 years old, വാട്ട് എവർ യുവർ ഏജ്. അതുപോലെ ഐ ആം ഹംഗ്രി, അതെൻ്റെ ഫീലിംഗ്, എനിക്ക് വിശക്കുന്നു. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ആം ഹംഗ്രി. സ്പാനിഷിൽ അവർ യൂസ് ചെയ്യുന്ന തെനേർ എന്ന വെർബാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പറയും? തേങ്കോ ആംബ്രെ എന്ന് പറയും. തേങ്കോ ആംബ്രെ, തേങ്കോ ആംബ്രെ, തേങ്കോ ഐ ആം ഹംഗ്രി. ഐ ഹാവ് ഹംഗ്രി എന്നല്ല, പക്ഷെ ഇവിടെ എഴുതിയേക്കണം ഐ ഹാവ് ഹംഗ്രി എന്നാ, പക്ഷെ അവർ പറയണത് ഐ ആം ഹംഗ്രി. അപ്പം അങ്ങനെ. അതുപോലെ ഐ ആം ഫ്രീയോ, ഐ ആം കല്ലോ എന്ന് പറയുന്നത് എനിക്ക് കോൾഡ് ഫീൽ ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് ഹാർട്ട് ഫീൽ ചെയ്യുന്നത് സ്പാനിഷിൽ യൂസ് ചെയ്യുന്നത് തെനേറാണ്. തേങ്കോ ഫ്രീയോ, തേങ്കോ കല്ലോ, അങ്ങനെ പറയും. ഫ്രീയോ, ഐ ആം ഫ്രീയോ അല്ല, തേങ്കോ, തേങ്കോ ഫ്രീയോ, അല്ലെങ്കിൽ തേങ്കോ കല്ലോ. I'm hot, I'm cold, I'm hungry. Tengo hambre, I'm hungry. Tengo 5 años. Tengo 5 años. Tengo 5 años, I'm 5 years old. You are 5 years old. Tienes 5 años. അങ്ങനെ സബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ tienes, tiene, tenemos അത് മാറ്റണം. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആവേർ വേഴ്സസ് തെനേർ രണ്ടുപേരുടെയും അർത്ഥം ഒന്നാണ്, പക്ഷെ നമ്മൾ ഡിഫറെൻ്റ് വേയിലാണ് ആ വെർബിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ഒരു കൺഫ്യൂഷൻ ഇനി ഉണ്ടാകുന്നത് ഒരു ഐഡിയ. ഓക്കെ, ആവേർ വേഴ്സസ് തെനേർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ നമ്മൾക്കൂടെ കൺക്ലൂഡ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ഹasta luego. Bye.